നമ്മളിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാതെ പോയ സാധനങ്ങളൊക്കെ കണ്ടു കിട്ടും. സോ അങ്ങനെ ഇരുന്നൊരു സമയത്ത് ഞാൻ ജസ്റ്റ് വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്കൊരു 10-40 വർഷം പഴക്കമുള്ള ഒരു ബൈനോക്കുലർ കിട്ടി, അതായത് ഈ സാധനം. സോ അപ്പം ഞാൻ ഓർത്ത് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്നത്. അതായത് ഇത് കാണാത്തൊരു പലരും ഉണ്ടാകും, അതായത് ഈ സാധനം കണ്ടിട്ടില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതായത് ഇത് പണ്ടത്തെ, അതായത് 1980 കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. സോ പൊടിയും പിടിച്ചിരിക്കുന്നു, പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് മാത്രമാണ് എൻ്റെ പെട്ടി മൊത്തം നാശമായിരിക്കുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സാധനത്തിലാണ് ഈ സാധനം കിട്ടിയത്. അതായത് ടെൻഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ ഒരു സാധനമാണ്, അതായത് മെയ്ഡ് ഇൻ USSR. അപ്പോൾ പണ്ടത്തെ ഒരു അടിപൊളി സാധനമായിരുന്നു നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കിത് കറക്റ്റ് വലുതാക്കാൻ നമുക്ക് തോന്നും, പക്ഷെ ഒന്നും ചെയ്യാറില്ല. കറക്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതായത് റോള്, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിക്കാൻ നേരം അതായത് സൂം ഔട്ടും സൂം ഇന്നും ആവും. ഇതിൻ്റെ സൂമിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കാണ്, അതായത് നമുക്ക് ദൂരെയുള്ള കാണും. പണ്ടത്തെ സാധനമാണ്, അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ USSR, അതായത് പണ്ടത്തെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, 1980 വീട്ടിൽ മേടിക്കുന്നത്, അതായത് അച്ഛനാണ് മേടിച്ചത്. അപ്പോൾ 1980 കാലഘട്ടത്തിലെ സാധനമാണ്. അന്ന് ഇതിന് എത്രയോ 450 രൂപ എത്രയായിരുന്നു. സോ 450 എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ വലിയൊരു വില തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. പിന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അവിടെ 172877 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ് ഗൈസ്. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ്, അതായത് നല്ലൊരു ക്വാളിറ്റിയാണ്, അതായത് നല്ല കറക്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളാണ്. അതായത് പണ്ടത്തെ സാധനം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മോഡൽ നമ്പറും മെയ്ഡ് ഇൻ USSR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടെൻഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ സാധനമാണ്, പണ്ടത്തെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റോപ്പ് വന്നിട്ടുണ്ട്, അതായത് ക്യാമറയിലൊക്കെ ഇടുന്നോട്ട് ഒരു ഹാൻഡ് ഗാർഡ് എന്നാണ്, അതായത് ക്യാമറയിലൊക്കെ ഇടുന്നോട്ട് ഒരു സേഫ്റ്റിയാണ്, അതായത് താഴെ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ന് മേക്കൊന്നും ചെയ്യാം. നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് നോക്കി നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അതായത് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോക്സ് അടച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യാൻ ആദ്യം തന്നെ ബൈനോക്കുലറാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാം. കണ്ടില്ലേ, പക്ക ക്വാളിറ്റിയാണ്. 4 ക്യാപ്പ് വന്നിട്ടുണ്ട്, അതായത് ഫ്രണ്ടിൽ, അതായത് ഇവിടെ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്, അതേപോലെ ഇവിടെ ഒരു ക്യാപ്പ്, ബാക്കിലും ഒരു ക്യാപ്പ്. അപ്പോൾ ഇവിടെയാണ് വ്യൂ ഫൈൻഡർ. അപ്പോൾ ഇതിലെയാണ് നമ്മൾ നോക്കുന്നത്. ക്യാമറേൻ്റെ സെയിം സെറ്റപ്പാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സൂമിങ്ങും സൂം ഔട്ടും, അതായത് ഇവിടെ ഒരു ഇതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ടും ആവും. പക്ക ക്വാളിറ്റിയാണ്. അതായത് 1980, അതായത് 40 വർഷം പഴക്കമുണ്ട് ഈ സാധനത്തിന്. പക്ഷേ ഇത് സൂക്ഷിച്ച് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ എൻ്റെ മുന്നേ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് ഓർത്തു. അതായത് പണ്ടത്തെ സാധനമാണ്, ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് പോലില്ല. ഇപ്പോഴത്തെ മേടിക്കുമ്പോൾ പണ്ടത്തെ വ്യത്യാസം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സാധനം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഈ സാധനം കണ്ടിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് വല്ല കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ 7x35 എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് സൂമിനും സൂം ഔട്ടാണ്. അപ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടാലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്രണ്ടിലൊരു ചെറിയൊരു സംഭവമുണ്ട്. അതിനകത്ത് ഇവിടെ എഴുതിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 86 എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ നമ്പറുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ നമ്പറാണെന്ന് തോന്നുന്നു, അതായത് 172877 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമ്പറാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷെ അവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടിയിലൊരു റൗണ്ടാണ്, ഇതുവഴിയാണ് നമ്മൾ സൂം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് സൂമിങ് സൂം ഔട്ടും കാണാം. ഭയങ്കര ദൂരെയുള്ളതൊക്കെ നമുക്ക് പിടിക്കുക, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഏറ്റവും ദൂരം, കുറേ ദൂരം. ഞാനിപ്പോൾ ക്യാമറ എന്നുള്ളത് കുറച്ച് പുറകിലാണ്, പക്ഷേ അതിനും ക്യാമറേൻ്റെ ലെൻസിൻ്റെ ഉള്ളിലൊക്കെയാണ് കാണുന്നത്. കറക്റ്റാണ്. നമുക്ക് സൂം ഇന്ന് നമുക്ക് കുറേ തിരിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെൻസാണ്. ലെൻസ് ഫംഗസ് ഒന്നും കയറിയിട്ടില്ല, നല്ലൊരാണ്. പക്ഷേ ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതാണ് ഇതിൻ്റെ മെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓരോരോ പാർട്സ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലെൻസ് വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഫ്രണ്ടിൽ. അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ 2 ലെൻസാണ് ഇവിടെ. ഒരു ലെൻസ് അത്യാവശ്യം വലിയൊരു ലെൻസാണ്, അതായത് നമ്മുടെ ഒരു ഫിംഗർ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന ഒരു കറക്റ്റ് ഈ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇത്ര അത് ലെൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാക്കിൽ 2 വ്യൂ ഫൈൻഡർ. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഇവിടെ ഒരു തിരിക്കുന്ന സംഭവമുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ തിരിക്കുന്നവർ നമുക്ക് സൂം കൂടുകയും ചെയ്യും, അതേപോലെ കുറയ്ക്കാതെ സൂം ഔട്ടും ആവും. അപ്പോൾ ഇവിടെ പ്ലസ്
അപ്പോൾ ഇവിടെ നമ്പറും പ്ലസ്സും കൊടുത്തിട്ടുണ്ട്, നമുക്ക് സൂം എത്ര വേണമെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റും കാണുന്നുണ്ട്, അതായത് ബോഡിക്കകത്ത് അതായത് നല്ല കട്ടിയുള്ള ബോഡിയാണ്, പണ്ടത്തെ സാധനമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്, അതായത് നമുക്ക് ആ കറക്റ്റ് ആംഗിളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 2 വ്യൂ ഫൈൻഡറാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് ചെറിയൊരു ഇതാണ്, അതായത് നമ്മൾ ക്യാമറേൻ്റെ സെൻസറൊക്കെ നോക്കില്ല, അതായത് ക്യാമറേൻ്റെ വ്യൂ ഫൈൻഡർ പോലെ ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എഴുതിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 7x35 എന്നാണ് ഈ സൈഡിൽ എഴുതിയേക്കണത്. അപ്പോൾ അത്രയും സൂം ഉണ്ടാവും. പിന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 റോ. പിന്നെ വന്നിരിക്കുന്നത് ലെതർ ബോഡിയാണ്. പിന്നെ ഏറ്റവും നമുക്ക് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞടിക്കുന്നുണ്ട്, കണ്ടോ? ആദ്യം തന്നെ കണ്ടില്ലേ, ഈ ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പണ്ടത്തെ ഒരു സംഭവമാണ്, അതായത് ഇതാണ് ചെറുതായിട്ട് വലിയുന്നുണ്ട്, ലെതറാണ്, ഉറപ്പാണ് ലെതറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ ഓർക്കുന്നത് ഇതിങ്ങനെ വലുതാക്കും ചെറുതാക്കും, അത് പറ്റില്ല. അപ്പാടെ ഇത് മാത്രമാണ് കറക്റ്റ് കണ്ണിൻ്റെ അത് ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്, അല്ലേ? കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്, ഒരു പ്രശ്നമില്ല, കറക്റ്റായിട്ട് നമുക്ക് റെഡിയാണ്. ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനത്തെ പണ്ടത്തെ സാധനം കണ്ടിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, കാരണം ഇങ്ങനത്തെ അതായത് ഈ സാധനത്തിനെ കുറിച്ച് എന്തെങ്കിലും കറക്റ്റായിട്ട് അറിയാവുന്ന, അതായത് പണ്ടത്തെയാണ്. ഇപ്പോൾ ഇത്രയും വർഷം, അതായത് 40 വർഷം, 1980 കാലഘട്ടത്തിലാണ് മേടിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അപ്പോൾ ഇങ്ങനെ കണ്ടൻറ് ഒന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഇങ്ങനെ അൺബോക്സിങ് ഇടാമെന്ന് ഓർത്തത്. അതായത് പുതിയതല്ല, പഴയതാണ്. അപ്പോൾ ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പം നേരെ കിട്ടി ഈ സാധനം. അപ്പോൾ ഫുള്ള് ബോക്സൊക്കെ പൊടി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്താണ്. ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും ഞാൻ വന്നില്ല, അതായത് ബോക്സിലായിരുന്നു പൊടി, അതായത് ഇത് അടച്ചിരിക്കുന്നു. അപ്പോൾ അൺബോക്സ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുമല്ലോ. സോ ഇങ്ങനത്തെ സാധനം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.